നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ അയൺ ഡോമിന്റെ കണ്ണ് വെട്ടിച്ചകത്ത് കടന്ന് ഇറാന്റെ വജ്രായുധം. ഇസ്രയേലി നഗരങ്ങളിൽ നിലയ്ക്കാതെ സൈറൺ മുഴങ്ങി. ഇറാൻ മിസൈൽ വർഷം തുടർന്നു. ഇറാന്റെ ഏറ്റവും വലിയ മിസൈലുകളിലൊന്നായ ഖൊറം ഷഹർ 4 ടെല്ലവീവ്, ഹൈഫ, ജെറുസലേം നഗരങ്ങളെ വലിയ രീതിയിൽ ആക്രമിച്ചു. ഇറാന്റെ കൈവിട്ട കളിക്ക് അരമണിക്കൂർ തികയും മുന്നേ മറുപടി കൊടുത്ത് ഇസ്രയേൽ. ഫോർഡോയിൽ തലങ്ങും വിലങ്ങും കയറി അടിച്ചു ജൂതപ്പട. ഇത് മാത്രമല്ല, ഇറാന്റെ എവിൻ കോട്ടയിൽ കയറി സംഹാര താണ്ഡവമാടി. IRGCയുടെ അതായത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സ്വന്തം പട ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ആസ്ഥാനവും കത്തിച്ചു. ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് വലിയ വിലയാണ് ഇപ്പോൾ ഇറാന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതോടെ ഇറാന്റെ സമനില തെറ്റി നിൽക്കുകയാണ്. ഖമനേയി കൂട്ടരുടെ ശത്രുക്കളെ തളച്ച കോട്ടയിലാണ് ഇസ്രയേൽ കൈവച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ മിസൈൽ എന്ന് കരുതപ്പെടുന്ന ഖൊറം ഷഹർ 4 മിസൈലുകൾ ഇസ്രയേലിനെ ചുട്ടെരിച്ചു എന്നുള്ള തരത്തിലായിരുന്നു ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. എന്നാൽ അതിന് അധിക ആയുസ് ഉണ്ടായില്ല. തിരിച്ച് തലങ്ങും വിലങ്ങുമാണ് ഇസ്രയേൽ കയറി അടിച്ച് ഇറാന്റെ പല കേന്ദ്രങ്ങളും ചിതറിച്ചത്, അതും തന്ത്രപ്രധാന മേഖലകൾ. ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിന് ഈ മിസൈൽ ഉപയോഗിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഖൊറം ഷഹർ 4 ഉൾപ്പെടെ 40ഓളം മിസൈലുകൾ ഇറാൻ ഞായറാഴ്ച രാവിലെയും തിങ്കളാഴ്ചയും ഇസ്രയേൽ ലക്ഷ്യമിട്ട് പ്രയോഗിച്ചത്. ഇവയിൽ ചില മിസൈലുകൾ ഇസ്രയേലിൽ ശക്തമായ പ്രഹരം ഉണ്ടാക്കി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തകർന്ന കെട്ടിടങ്ങളുടെയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെയും ഒട്ടേറെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ടെല്ലവീവിലെ ഒരു സിവിലിയൻ പ്രദേശം, ഷോപ്പിംഗ് സെന്റർ, ബാങ്ക്, സലൂൺ എന്നിവയുൾപ്പെടെ ആക്രമണത്തിൽ ഇരയായിട്ടുണ്ട്. ഇറാൻ തൊടുത്ത ഖൊറം ഷഹർ 4 മിസൈലിന് 2000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1500 കിലോയോളം സ്ഫോടക സാമഗ്രികൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇതിന്. 1980കളിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ കനത്ത പോരാട്ടത്തിന് വേദിയായ ഖൊറം ഷഹർ നഗരത്തോടുള്ള ആദരസൂചകമായാണ് മിസൈലിന് ഈ പേരിട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2017ലാണ് ഈ മിസൈൽ അവതരിപ്പിച്ചത്. 2019ൽ ഇത് പരിഷ്കരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ കൊറിയയിൽ നിന്ന് മുൻപ് ഇറാൻ വാങ്ങിയ HS-10 BM-25 മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ നിർമ്മാണമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വർഷങ്ങളായി ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. സ്ഫോടന സാമഗ്രികളുമായി ഇറാനിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഖൊറം ഷഹർ 4 ഇസ്രയേലിന്റെ ആകാശത്ത് ഏതാണ്ട് 7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് നിരവധി ഭാഗങ്ങളായി ചിതറും. ഇവ 16 കിലോമീറ്റർ വരെ ചുറ്റളവിലേക്ക് പൊടുന്നനെ വ്യാപിക്കും. ഇവയിൽ ഓരോന്നിനും കിലോ കണക്കിന് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരിക്കും. പലതായി ചിതറുന്നതിനാൽ ഇവയെ പ്രതിരോധിക്കുക പ്രയാസമാണ്. അയൺ ഡോം പ്രതിരോധത്തെ മറികടക്കാൻ ഇവയ്ക്ക് കഴിയുന്നതും ഇതുകൊണ്ടാണ്. മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാതെ ഹൈഫയിൽ മിസൈൽ പതിച്ച സംഭവം ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റർ തകരാറല്ലെന്നും ശരിയായി കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലായിരുന്നുവെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഖൊറം ഷഹർ 4 ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും ഇറാൻ ഉദ്ദേശിച്ചതുപോലെ ജൂതന്മാരുടെ ജീവനെടുക്കാൻ അതിനും കഴിഞ്ഞില്ല. അതായത് ഇസ്രയേൽ തങ്ങളുടെ ജനങ്ങളെ വലിയ രീതിയിലുള്ള സുരക്ഷാ കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തട്ടുകേട് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ കയറി ഇസ്രയേൽ അടിച്ചു എന്നുള്ളതാണ്. അതാണ് എവിൻ കോട്ട. 1972ൽ സ്ഥാപിച്ച എവിൻ ജയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ നേരത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി ആർജിച്ച തടങ്കൽ കേന്ദ്രമാണ്. വധശിക്ഷകൾ, വൈദ്യുതാഘാതമേൽപ്പിക്കൽ, ഏകാന്ത തടവ്, നിർബന്ധിത കുറ്റസമ്മതം നടത്തിക്കൽ, ജയിൽ സംഘർഷങ്ങൾ എന്നിങ്ങനെ അതിക്രൂര പീഡനങ്ങൾ ജയിലിൽ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നോ സഹകരിച്ചെന്നോ ആരോപിക്കപ്പെടുന്ന വിദേശ പൗരന്മാരും ഇവിടെ തടവിലുണ്ടെന്നാണ് വിവരം. ഇറാന്റെ ബന്ദി നയതന്ത്രത്തിന്റെ ഭാഗമായ ഒരു കേന്ദ്രം കൂടിയാണ് എവിൻ ജയിൽ. കൂടാതെ IRGCയുടെ ഇന്റലിജൻസ് യൂണിറ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതായുള്ള വിവരങ്ങളുമുണ്ട്. ഇത് ലക്ഷ്യം വെച്ചായിരിക്കാം ഇസ്രയേൽ ജയിലിനു നേരെ ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ജയിലിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാട് പറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇസ്രയേൽ എവിൻ ജയിൽ ആക്രമിച്ചതിന് പിന്നാലെ ആശങ്ക അറിയിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന സെസിലിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്.
സെസിലിയും പങ്കാളിയും അടക്കമുള്ള പല തടവുകാരും അപകടത്തിലാണെന്നും ഈ ആക്രമണം നിരുത്തരവാദിത്തപരമാണെന്നും സെസിലി കോഹ്ലറിന്റെ സഹോദരി നോമി കോഹ്ലർ പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരിയും പങ്കാളിയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു വിവരവുമില്ല. ഞങ്ങളാകെ പരിഭ്രാന്തരാണ്. അങ്ങേയറ്റം അപകടകരമായ ഈ ആക്രമണത്തെ അപലപിക്കണമെന്നും ഫ്രഞ്ച് തടവുകാരെ മോചിപ്പിക്കണമെന്നും ഫ്രഞ്ച് അധികാരികളോട് നോമി കോഹ്ലർ അഭ്യർത്ഥിച്ചു. ഇരുപക്ഷവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ കൊണ്ടാണ് കളിക്കുന്നതെന്നും അവർ പറഞ്ഞു. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ജയിലിൽ കുഴപ്പങ്ങളും സംഘർഷങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു. 2022 എവിൻ ജയിലിലുണ്ടായ സംഘർഷത്തിലും തീപിടുത്തത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേൽ നഗരങ്ങൾ ലക്ഷ്യം വെച്ച് ഖൊറം ഷഹർ മിസൈലുകൾ ഇറാൻ തൊടുത്തതിന് പിന്നാലെയാണ് ഇറാനിലെ പല കേന്ദ്രങ്ങളിലേക്കും, അതായത് ലോകത്തിൽ നിന്നും ഇറാൻ മറയ്ക്കുന്ന പല കേന്ദ്രങ്ങളിലേക്കും ഇപ്പോൾ ഇസ്രയേൽ കയറി അടിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എവിൻ ജയിൽ. ഇതുകൂടാതെയാണ് IRGC താവളങ്ങളും ഇസ്രയേൽ ലക്ഷ്യം വെച്ച് അടിച്ചത്. ഇറാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ 6 വിമാനത്താവളങ്ങൾ ആക്രമിച്ചുവെന്നും 15ലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിച്ചുവെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ IRGCയുടെ ആസ്ഥാനമാണ് ഇസ്രയേൽ ഇപ്പോൾ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ IDF വക്താവ് ജനറൽ എഫി ഡെഫ്രിനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന വ്യോമതാവളങ്ങളാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് സൈന്യം എക്സിൽ കുറിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രമായ ഫോർദോയിലും ഇസ്രയേൽ ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. റൺവേകൾ, ഭൂഗർഭ ഹാങ്ങറുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയാണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടതെന്നും IDF അറിയിച്ചു. F-14, F-5, AH-1 അടക്കമുള്ള വിമാനങ്ങൾ തകർത്തെന്നും ഇസ്രയേൽ സൈന്യം പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇസ്രയേൽ ജെറ്റുകൾക്കെതിരെയുള്ള ആക്രമണത്തിനായി ഉപയോഗിക്കുന്നതാണ് ഈ വ്യോമത്താവളങ്ങളെന്നും കുറിപ്പിൽ ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തിൽ IRGCയുടെ ആസ്ഥാനം തകർത്തതായി IDF വക്താവ് എഫി ഡെഫ്രിൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ടെഹ്റാന്റെ മധ്യത്തിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് വിശദമാക്കിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഉടൻ തന്നെ തങ്ങൾ പുറത്തുവിടുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുവരെ ഇസ്രയേൽ കയറി അടിച്ച മേഖലകളൊക്കെ തന്നെ തകർന്നടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇതുവരെ അത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമിക്കുന്ന കേന്ദ്രങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ തെളിവുകളായി പുറത്തുവിടാനാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തുന്ന ചെറിയ ആക്രമണങ്ങൾക്ക് പോലും അതിൻ്റെ 10 ഇരട്ടി പ്രഹരം നൽകുന്ന തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇറാന്റെ സകലമാന കേന്ദ്രങ്ങളും ഞങ്ങൾ അടിച്ചു തകർക്കും. ഓയിൽ പ്ലാന്റുകൾ, IRGCയുടെ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ഇതെല്ലാം തന്നെ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളവയാണെന്നും അതെല്ലാം തന്നെ തകർത്തെറിഞ്ഞ് ഖമനേയിക്ക് മറുപടി കൊടുക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിൽ തലങ്ങും വിലങ്ങും പ്രഹരമേറ്റ് തളർന്നു വീണ ഇറാന് പൊടുന്നനെ ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും വീണ്ടും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി പ്രഹരത്തിലാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നത്. ഇറാന്റെ അതിശക്തമായ ചില മിസൈലുകളുണ്ട്. അവയൊക്കെ തന്നെ അയൺ ഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ടാണ് അകത്തേക്ക് കടക്കുന്നത്. അങ്ങനെ ഇസ്രയേലിനും കനത്ത തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇസ്രയേലിലും പല കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ തകർന്നിട്ടുണ്ട്. ഇറാന്റെ ഈ അടികൾക്കെല്ലാം അതിപ്രഹരമേൽപ്പിച്ചാണ് ഇസ്രയേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും ഇസ്രയേലിന് കിട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.